ഗൈനക്കോളജിസ്റ്റ് ഒപിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രശ്നം എന്തായിരിക്കും? മറ്റൊന്നുമല്ല, പീരീഡ്സ് പ്രോബ്ലം തന്നെ. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ AUB. കറക്റ്റ് ഡേറ്റിന് വരുന്നില്ല, ഫ്ലോ പോരാ അല്ലെങ്കിൽ കൂടുതലാണ്, ഒരു മാസത്തിൽ 2 പ്രാവശ്യം വരുന്നു, ആദ്യം സ്പോട്ടിങ് കഴിഞ്ഞിട്ടാണ് ബ്ലീഡിങ് വരുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാലേ. എന്നാൽ സ്ട്രെസ്ഡ് ആയിട്ട് വരുന്ന പലർക്കും ഒരു അബ്നോർമാലിറ്റി ഉണ്ടാവില്ലതാണ്. പ്രശ്നങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. നമുക്ക് ആദ്യം നോർമൽ പീരീഡ്സ് എന്താണെന്നൊന്ന് പഠിക്കാം. പീരീഡിന് ഡേറ്റ് എന്നൊരു കൺസെപ്റ്റേ വെക്കേണ്ടതില്ല. അതൊരു സൈക്കിളാണ്, ചക്രം. പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഡേ 1 ആയിട്ട് എടുത്താൽ 24 തൊട്ട് 38 ഡേയ്സ് വരെയുള്ള സൈക്കിളിൽ ഇങ്ങനെ വന്നാൽ മാത്രം മതി. സെയിം ഡേറ്റിൽ വരുന്നവർക്ക് 30 ഡേയ്സ് സൈക്കിൾ ആയിരിക്കും. ഇനി 1 വീക്ക് പോലും ലേറ്റ് ആയി വന്നാൽ പോലും അത് 38 ഡേയ്സ് സൈക്കിളിനകത്ത് വരില്ലേ? അതെല്ലാം നോർമൽ ആണ്. ഇനി ഡ്യൂറേഷൻ 8 ദിവസം വരെ ആവാം. 1-2 ദിവസം ബ്ലീഡ് ചെയ്താലും നോർമൽ ആണ്. 8 ദിവസത്തിൽ കൂടുതൽ ബ്ലീഡ് ചെയ്യുന്നത് പ്രൊലോങ്ഡ് ആണ്, അബ്നോർമാലിറ്റി ആവാം. ഇനി അളവ് ഒരുപാടൊന്നും വേണമെന്നില്ല. ഒരു പീരീഡിൽ 5 ml തൊട്ട് 80 ml ബ്ലഡ് വരെയാണ് ഒരു സ്ത്രീക്ക് നഷ്ടപ്പെടുന്നത്. അതിൽ കൂടുതൽ വന്നാൽ ഹെവി ഫ്ലോ ആണ്. ആരാണ് ഇതൊക്കെ അളക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ എളുപ്പത്തിൽ അറിയാൻ, ക്ലോട്ട്സ് ആയിട്ട് ബ്ലഡ് പാസ് ചെയ്യുക, ഡെയിലി 5 to 6 പാഡ്സ് ഒക്കെ മാറ്റേണ്ടി വരിക, നൈറ്റിൽ പാഡ് ചേഞ്ച് ചെയ്യാൻ എഴുന്നേൽക്കേണ്ടി വരിക, ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക, ബ്ലീഡിംഗ് കാരണം വിളർച്ച ഉണ്ടാവുക, ഇതൊക്കെ ഹെവി ഫ്ലോ ആണ്. നിങ്ങളുടെ ബ്ലീഡിംഗ് നോർമൽ ആണെന്ന് അറിയാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നറിയോ? ഒരു മെൻസ്ട്രൽ കലണ്ടർ കീപ്പ് ചെയ്യുക. പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, അതിന്റെ ഡ്യൂറേഷൻ ഒക്കെ ഒരു 2 to 3 സൈക്കിൾ ചാർട്ട് ചെയ്യുക. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ടോ? അപ്പൊ ഒരു ഡോക്ടറെ കണ്ടിട്ട് കാരണം കണ്ടുപിടിക്കാം.